ഇയാൾ ഇവിടുന്ന് പോകുന്നത് കാത്തു നിന്നാലേ എന്റെ മോൾ ഉടനെയൊന്നും ഭർത്താവിന്റെ കൂടെ ജീവിക്കുമെന്ന് തോന്നുന്നില്ല സുശീലെ. അതുകൊണ്ടേ ഞാൻ പ്രതിഭയെ ഉടനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പോകും. നീ വിടുന്നെങ്കിൽ കൊണ്ടുവിടു സുധാ, എനിക്കെന്താ? നിന്റെ മോക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ യോഗമെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഞാനും എന്റെ മോളും ഇയാളെ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുക. അതെന്തു പറ്റി? ഇയാളെ കൊണ്ട് വേറെ വല്ല കുഴപ്പമുണ്ടോ സുശീലെ? കുഴപ്പമേ ഉള്ളൂ. ഒരു ദിവസം ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ സത്യനെയും ശ്യാമിനെയും ഏഷണി കയറ്റി എന്നെയും സോനയും ഇങ്ങോട്ട് കടത്തിവിടാതെ അവരെ കൊണ്ട് ഗേറ്റ് അടപ്പിച്ചു. ഇന്നിവിടെ നടന്നത് എന്താണെന്നറിയോ? ഞാൻ പുറത്തു പോയിരിക്കായിരുന്നു. സോന മുറി അടച്ച് കുളിക്കാൻ കയറിയപ്പോ ഇയാൾ അടുക്കളയിൽ കയറി ആഹാരം മോഷ്ടിച്ച് കഴിച്ചു. അമ്പട കള്ള, അപ്പൊ താനാള് കാണുന്ന പോലെ അല്ലല്ലോ. ഞാൻ അഭിമാനത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേ എനിക്ക് വേദാന്തം ഓതി തന്നതിന്റെ കാരണം ഇതായിരുന്നല്ലേ? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല സുശീലെ. ഇന്ന് ഭക്ഷണം കട്ടുന്നു, നാളെ എന്തൊക്കെ മോഷ്ടിക്കുന്ന ആർക്കറിയാം. ഇനി മോഷ്ടിക്കാനേ ആ കൈ പൊങ്ങില്ല. കൊള്ളനെ കൈയോടെ പിടിച്ച് നല്ല തിളച്ച കഞ്ഞിവെള്ളം ഞാൻ ദേഹത്തൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഓർമ്മയെന്നും കാണും. ആഹാ, അത് ശരി. അപ്പൊ ഞാൻ വന്നപ്പോ കണ്ടത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ പരുങ്ങലായിരുന്നു അല്ലേ? കൊള്ളാം കൊള്ളാം. സോനമോളുടെ കണ്ണു തെറ്റിയപ്പോഴാ പൂച്ച കട്ട് തിന്നാൻ അടുക്കള കയറിയത് അല്ലേ? അല്ലേ? നീ എന്തിനാടി എന്നെ നേരെ കണ്ണുരുട്ടി കാണിക്കുന്നേ? ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്വതനം കൂടി അറിയണ്ടേ? അല്ലെങ്കിൽ പ്രതിഭയെ നമ്മൾ മനഃപൂർവ്വം ഇങ്ങോട്ട് കൊണ്ടുവരാത്തതാണെന്നല്ലേ സ്വതനം വിചാരിക്കൂ? അതെന്തിനാ അങ്ങനെ കരുതുന്നേ? പ്രതിഭയ്ക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവള് വരട്ടെ, അത് അവളുടെ ഇഷ്ടോ. അതിനിവിടെ ആരുടെയും സമ്മതത്തിന് ആവശ്യമൊന്നുമില്ല. അല്ല മോളെ, അത് പിന്നെ അമ്മേ ഞാൻ പോവാ. ലേറ്റ് ആയാലും ഉള്ള സമയത്ത് ഒന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മേഡം വിളിച്ചു പറഞ്ഞു. അമ്മ മോളെ ഒന്ന് ശ്രദ്ധിക്കണം. പോയിട്ട് വരാങ്കിളെ. സുധം കയറിയിരിക്കെ, ഞാൻ കുടിക്കാൻ വലുത് എടുക്കാം. സുധാ, ദേ വരുന്നു. അയ്യോ, എന്റെ കാല്, എനിക്ക് എന്റെ കാല് അനക്കാൻ വയ്യല്ലോ ഈശ്വര. എന്ത് വേദന. എന്റെ കാല് ദൈവമേ. മക്കളെ ഒന്ന് വേഗം വാ, ഞാനിവിടെ വേലാതിരിക്കുക മക്കളെ. എന്റെ കാല് വയ്യ. ഭാനുമേ, എന്തു പറ്റി? അല്ല, ആരാ ഗേറ്റ് ഒക്കെ തുറന്നിട്ടിരിക്കുന്നേ? അല്ല, ഭാനുമ വീഴോ മറ്റോ ചെയ്തോ? എന്താ ഉണ്ടായേ? എന്തു പറ്റി? അല്ല, ആർച്ചമോളും ഭദ്രമോളൊക്കെ എവിടെ? ഒന്നും പറയണ്ട മക്കളെ, ആ കുഞ്ഞുങ്ങളെ വിനയനെടുത്തോണ്ട് പോയി. ഇന്ദ്രേട്ടാ, ഇത് കേട്ടില്ലേ? ചീരുവിന്റെ 2 മക്കളെയും വിനയ വന്ന് എടുത്തോണ്ട് പോയെന്ന്. അതെങ്ങനെ? ഭാനുമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാനിവിടെ ഉണ്ടായിരുന്നു മോനെ. കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിരുന്നു. ഞാൻ അവന്റെ കാല് പിടിച്ചു പറഞ്ഞു, അവൻ കേട്ടില്ല.
കുഞ്ഞുങ്ങളെ മാഷാണ് എന്നെ ഏൽപ്പിച്ചതെന്നും മാഷ് ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിക്കോളാനും ഞാൻ പറഞ്ഞു. എന്നിട്ടും അവൻ കേട്ടില്ല.